ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ RRB NTPC QA സീരീസിലെ 17ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്തത്, LCM ആൻഡ് HCF. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നതാണ് ഇത് LCM ആൻഡ് HCF. പക്ഷേ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേപ്പറിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് LCM ആൻഡ് HCF എന്ന് പറഞ്ഞ ഏരിയയിൽ. അതുകൊണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Question എന്താ? The LCM of two numbers is 210, HCF is 35, one number 105. അങ്ങനെയാണ് അതർ നമ്പർ. അതായത് രണ്ട് നമ്പേഴ്സിന്റെ LCM വന്നിട്ടുണ്ട്, HCF വന്നിട്ടുണ്ട്, ആ നമ്പേഴ്സ് ഒന്ന് തന്നിട്ടുണ്ട്. ഇവിടെ LCM HCFന്റെ ബേസിക് കൺസെപ്റ്റ് എന്താ? ഇപ്പൊ രണ്ട് നമ്പേഴ്സ് A B എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ LCM ഇൻറ്റു HCF. ഓക്കെ, അതായത് ആ രണ്ട് നമ്പേഴ്സിന്റെ LCM HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റാണ് ഇത് LCM HCFൽ ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് LCM എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 210 എന്ന് കിട്ടിയിട്ടുണ്ട്. HCF എത്രയാണ്? 35 എന്ന് കിട്ടിയിട്ടുണ്ട്. വൺ നമ്പർ എത്രയാണ്? 105. നമുക്ക് വേണ്ടത് B ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 105 210 കട്ട് ചെയ്ത് പോയത്രയും 2 കിട്ടും. അപ്പോൾ ബാക്കി B എത്രയാണ്? B ആണ് 35 ഇൻറ്റു 2 70 കിട്ടും. ഓപ്ഷൻ B ആണ് ആൻസർ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് LCM HCFൽ പഠിക്കേണ്ട സംഭവം എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ LCM HCF തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അതേപോലെ തന്നെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 2522, അതിന് LCM എത്ര തന്നിട്ടുണ്ട്? 97. അങ്ങനെയാണെങ്കിൽ HCF എത്ര എന്നാ ചോദ്യം. ഇവിടെ നമുക്ക് എന്താണ് രണ്ട് നമ്പേഴ്സിന്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ രണ്ട് നമ്പേഴ്സ് A B എന്ന് പറഞ്ഞു, അതിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആണ് LCM ഇൻറ്റു HCF. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2522. അതുപോലെ തന്നെ LCM എത്രയാണ്? 97. ഈ LCM ഇൻറ്റു HCFും ഈ പ്രൊഡക്റ്റും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കിവിടെ HCF ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2522 ഡിവൈഡ് ബൈ 97 കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. ഇവിടെ എത്രയാണ്? 2522 യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 97 യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. അപ്പോൾ നമ്മൾ 7നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് യൂണിറ്റ് ഡിജിറ്റ് 2 കിട്ടുക? ഇവിടെ നമ്മൾ നോക്കിയാൽ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. 7 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 3 വരും. അപ്പോൾ വരില്ല. 7 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? യൂണിറ്റ് ഡിജിറ്റ് 6 വരിക. അപ്പോൾ ബിയും പറ്റില്ല. 7 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 49 ആണ്. അപ്പോൾ 9 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരിക. സിയും പറ്റില്ല. പിന്നെ ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി. അപ്പോൾ നോക്കുമ്പോൾ 7 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? യൂണിറ്റ് ഡിജിറ്റ് 2 കിട്ടും. അപ്പോൾ നമ്മുടെ HCFന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ, ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്താണ്? സെയിം കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലായിട്ട് ഓരോ കൺസെപ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. അടുത്ത എന്താണ്? ഫൈൻഡ് ദ LCM ഓഫ് 15, 25, 29. അതായത് ഈ മൂന്ന് നമ്പേഴ്സിന്റെ LCM കാണാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LCM കാണാനൊക്കെ നമ്മൾ പല മെത്തേഡും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട? LCM കാണാൻ മെത്തേഡിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ LCM എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? LCM എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അതായത് രണ്ട് നമ്പർ, കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിന് എല്ലാത്തിന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതിന്റെ എല്ലാത്തിന്റെയും മൾട്ടിപ്പിൾ ആണ്. ഏറ്റവും ചെറിയ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതാണ് ഇത് LCM എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ HCF എന്ന് പറഞ്ഞാലോ, അത് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം ഫാക്ടർ ആയാൽ പോരാ, എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ഫാക്ടറാണ് എന്ത് വേണ്ടത്? HCF എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ ഒരു 15ന്റെ മൾട്ടിപ്പിൾ ആകണം, 25ന്റെ മൾട്ടിപ്പിൾ ആകണം, 29ന്റെ മൾട്ടിപ്പിൾ ആകണം. വെറുതെ മൾട്ടിപ്പിൾ മാത്രമായ പോരാ, എന്താണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എല്ലാത്തിനും പറ്റിയല്ലോ, കുറെ മൾട്ടിപ്പിൾ ഉണ്ടാവും ഇതിന്റെ മൂന്നിന്റെയും, പക്ഷെ നമ്മളെ ലോവസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ എന്താണ്? ഇവിടെ നോക്കുമ്പോൾ 15, 25 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ LCM എന്തായിരിക്കണം? ഒരു 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ B എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരിക്കലും വരില്ല. കാരണം B എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരിക്കലും 5ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ്? 15 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ LCM എന്തായിരിക്കണം? ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം 15ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? 3ന്റെയും മൾട്ടിപ്പിൾ ആവും. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ? A എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 5, 8, 13. 3ന്റെ മൾട്ടിപ്പിൾ അല്ല, Aയും പോയി. ഇനി C നോക്കുക. ഇവിടെ നോക്കുമ്പോൾ എത്രയാണ്? 2, 1, 3, 3, 7, 10, 10, 5, 15. അപ്പോൾ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. ഉറപ്പിക്കാൻ പറ്റില്ല C ആണ് ആൻസർ. നമ്മൾ ഡിയും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? 2, 3, 5, 5, 7, 12, 12, 5, 17. 17 എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ C. നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യാതെ എന്ത് ചെയ്യും? ജസ്റ്റ് മൾട്ടിപ്പിൾ മാത്രം നോക്കിയിട്ട് ഇവിടെ ആൻസർ ചെയ്തു. ഇനി അതല്ലെങ്കിൽ നമ്മൾ LCM കാണാൻ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് എന്താ? നമ്മൾ ഈ മൂന്ന് നമ്പേഴ്സിന് നേരത്തെ എഴുതുക. 15, 25, 29. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ പഠിച്ചിട്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ. ഇതിൽ ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്ന സംഭവം നോക്കുക. അപ്പോൾ 29 ആണ് പ്രൈം നമ്പർ ആണ്, നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി 15, 25 കോമൺ ആയിട്ട് ഏതാണുള്ളത്? 5 ഉണ്ട്. അപ്പോൾ 15 5 പോകുമ്പോൾ ബാക്കി 3 കിട്ടും. 25 ബാക്കി 5 കിട്ടും. പിന്നെ 29 അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇനി എന്താണ്? ഈ 3, 5, 29 ഏതെങ്കിലും കോമൺ ആയിട്ട് സംഭവം ഉണ്ടോ? ഇല്ല. അപ്പോൾ LCM കാണാൻ എന്ത് ചെയ്താൽ മതി?
LCM കാണാൻ ഈ 5 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 29 ചെയ്താൽ മതി. അതായത് 5 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 29 ഇത് ചെയ്താൽ നമുക്ക് കിട്ടും, LCM കിട്ടും. ഇനി HCF ആണെങ്കിലോ ജസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലെ 5 മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്ന് നമ്പേഴ്സിൻ്റെ HCF എന്ന് പറഞ്ഞാൽ 5 ആണ്, LCM എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എത്ര കിട്ടും? 5 ഇൻറ്റു 29 എത്രയാണ്? 145. 145 ഇൻറ്റു 5 ഇൻറ്റു 3 15. അപ്പോൾ 145 ഇൻറ്റു 15 ചെയ്താൽ മതി. ഞാൻ എന്തിനാ ഈ 15 വേറെ ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് 5ൻ്റെ 15ൻ്റെ 25ൻ്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണ്, പെട്ടെന്ന് സുഖമാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരെ 1450 ഒരു 10 കൊണ്ട് മൾട്ടിപ്പിൾ എത്ര കിട്ടും? അല്ല 145 10 കൊണ്ട് മൾട്ടിപ്പിൾ എത്ര കിട്ടും? 1450. അതിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ പകുതി എത്രയാണ്? പകുതി എന്ന് പറഞ്ഞാൽ 725 കിട്ടും. എന്നിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 725 × 3 എന്ന് പറഞ്ഞാൽ 2175 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ഹൈ ലെവലാണ് എങ്ങനെ എഴുതുക? നമുക്ക് എന്തൊക്കെ കാണേണ്ടത്? 15, 25, 29 കാണാൻ ചെയ്താൽ മതി. ഏറ്റവും വലിയ നമ്പർ എടുക്കുക 29. അതെന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ 29 പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ബാക്കിയുള്ളതൊന്നും വേറെ ഇത് വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അടുത്ത നമ്പർ നോക്കുക 25. അപ്പോൾ എന്തായാലും 25ന് മൾട്ടിപ്ലൈ ആണ്. കാരണം 25ലും 29ലും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഏത് 1 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ 29 25 കൊണ്ട് മൾട്ടിപ്ലൈ. പിന്നെ അടുത്ത നമ്പർ ഏതാ? 15. 15 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 3 ആണ്. അപ്പോൾ 5 ഓൾറെഡി എവിടെ വന്നു? 25ൽ വന്നു. പിന്നെ എല്ലാത്ത ഏതാണ്? 3 ആണ്. അപ്പോൾ ഒരു 3 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2175. ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. കാരണം ഏതൊക്കെ എവിടെയൊക്കെ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും എന്താണ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഏതൊക്കെ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ഇനി ഏതൊക്കെ വേണം എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിൻ്റെ മൾട്ടിപ്പിൾ കിട്ടും, പക്ഷേ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കിട്ടിക്കോണമെന്ന് ഉറപ്പില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ HCF ഓഫ് 1757 2259. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് വന്നാൽ അതിൻ്റെ HCF കാണാൻ എന്താ ചെയ്യാന്ന് ചോദ്യം. അപ്പോൾ HCF കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ് വെച്ചിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? 1757 ഇടുക, 2259 ഇടുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കോമൺ ആയിട്ട് ഏതാ വരുന്നത് വെച്ചാൽ ഇവിടെ എഴുതുക. എന്നിട്ട് എന്തെങ്കിലും ലാസ്റ്റ് എയും ബിയും കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? ഒന്നും കൂടി കോമൺ ആയിട്ട് വരും. ഇവിടെ വൈ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. പിന്നെ എന്താണ്? ഇവിടെ സിയും ഡിയും കിട്ടും. ഇനി സിയും ഡിയും കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? HCF ആണ് എന്ത് ചെയ്താൽ മതി? X ഇൻറ്റു വൈ ചെയ്താൽ മതി. LCM ആണ് വെച്ചെങ്കിലോ X ഇൻറ്റു വൈ ഇൻറ്റു സി ഇൻറ്റു ഡി ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ഈ 1750 2250 കോമൺ ആയിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മെത്തേഡ് ഒന്നും ചെയ്യാൻ പോകരുത്. എന്ത് ചെയ്യുക? രണ്ട് നമ്പേഴ്സ് നോക്കുക. 1757 2259 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ മതി? HCF കാണാൻ ഒരു വേറെ ട്രിക്ക് കൂടി ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഡിഫറൻസ് എത്രയാണ്? ഇതിൻ്റെ ഇടയിൽ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഇങ്ങനെ ഡിഫറൻസ് കാണാം. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബെഞ്ച് മാർക്ക് വെക്കുക. എത്രയാണ്? നടുവിലുള്ളൊരു നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയ നമ്പർ. ഒരു 2000 എടുക്കുക. എന്നിട്ട് ഈ 2000 എത്ര കൂടുതലുണ്ട്? 2259 259 കൂടുതലുണ്ട്. അതുപോലെ തന്നെ 1757 2000 എത്ര കുറവുണ്ട്? 243 കുറവുണ്ട്. അതായിരിക്കും ഇതിന്റെ ഡിഫറൻസ്. എത്രയാണ്? 259 243 എന്ന് പറഞ്ഞാൽ 250 240 490 കിട്ടും. പിന്നെ 12 കൂടെ കൂട്ടിയ 502. അതായത് ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 502 ആണ്. അപ്പൊ ഡിഫറൻസ് അല്ല എന്ത് HCF എന്ന് പറഞ്ഞാൽ. ഒന്നെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടർ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും എന്ത് ഇവിടെ HCF എന്ന് പറയുന്നത്. അപ്പൊ 502 എന്തായാലും നമ്മുടെ ഓപ്ഷനിലില്ല. പിന്നെ നമുക്ക് നോക്കാം ഓപ്ഷനിൽ ഇതിൽ ഏതാണ് ഇതിന്റെ ഫാക്ടർ വരുന്നത്. 231 എന്താണ്? 502ന്റെ ഫാക്ടർ അല്ല. 241 ഫാക്ടർ അല്ല. പക്ഷെ 251 എന്താണ്? ഫാക്ടറാണ്. കാരണം 502 നേരെ പകുതിയാണത് 251. അതുപോലെ തന്നെ ഡി എന്താണ്? 261. അതും ഫാക്ടർ അല്ല. അപ്പോൾ HCF ഏതാണ്? HCF എന്ന് പറഞ്ഞാൽ 251. അപ്പൊ ഈ ഒരു നമ്പറിൽ എന്താണ് ഏറ്റവും സുഖം? ഈ മെത്തേഡാണ്. ഈ നമ്പർ നല്ല ഏത് നമ്പർ ആയാലും നമുക്ക് ഇങ്ങനെ കാണാം. അപ്പൊ 3 നമ്പർ വന്നാൽ എന്ത് ചെയ്യാം? ആ 3 നമ്പറിന്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് അതിന്റെ HCF എടുക്കുക. ഓക്കെ, അങ്ങനെ നോക്കുക. അപ്പൊ അതൊരു നല്ല മെത്തേഡാണ്. ഇത് ഡിഫറൻസ് എടുത്ത് നോക്കുക. ഇവിടെ 2 നമ്പേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൽ മതി? 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് മാത്രം എടുക്കുക, എന്നിട്ട് അതിന്റെ HCF എന്തായിരിക്കും? ശരിക്കും ഇത് എങ്ങനെ കാണേണ്ടത്? 502 കിട്ടിയത് ഇതിന്റെ ഡിഫറൻസ്. അപ്പൊ 502 കൊണ്ട് ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. അപ്പൊ 502നെ ഇതിനോട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അടുത്ത ഫാക്ടർ എടുക്കുക. ഏതാണ്? 251. ഇനി 251നെ ഇത് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. അപ്പോൾ പറ്റുന്നുണ്ട് എന്താണ്? അതായിരിക്കും അതിന്റെ HCF എന്ന് പറഞ്ഞാൽ. ഓക്കെ. പിന്നെ അതിന്റെ താഴത്തോട്ട് ഫാക്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ ഫാക്ടർ എന്ത് കിട്ടി? നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ LCM ഓഫ് 25/7 15/28 10/20. അത് 3 നമ്പേഴ്സ് എത്രയാണ്? 25/7 15/28 20/21. ഇങ്ങനെ 3 ഫ്രാക്ഷൻസ് തന്നാൽ നമ്മൾ എങ്ങനെ അതിന്റെ LCM കാണാം? ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ LCM കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ 3 ഫ്രാക്ഷന്റെ LCM ആണ് കാണുന്നതെങ്കിൽ ഈ 3 നമ്പറിന്റെ ന്യൂമറേറ്റർ എടുക്കുക. ന്യൂമറേറ്ററിന്റെ LCM കാണാം.
ഡിവൈഡഡ് ബൈ 3 നമ്മുടെ ഡിനോമിനേറ്റർ എടുക്കുക. ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫും കാണും. അതായിരിക്കും എന്ത് ആ 3 ഫ്രാക്ഷന്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എച്ച് സി എഫ് ആണ് കാണേണ്ടതെങ്കിലോ ആ 3 ന്യൂമറേറ്ററിന്റെയും എന്തെടുക്കുക എച്ച് സി എഫ് എടുക്കുക ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ എൽ സി എം എടുക്കുക. ഇങ്ങനെ കണ്ടാൽ മതി. എന്തിന് ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുമ്പോൾ ഏത് എൽ സി എം എച്ച് സി എഫ് കാണാം. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഫ്രാക്ഷൻസ് എങ്ങനെ എഴുതണം? ഏറ്റവും റിഡ്യൂസ്ഡ് ഫോമിൽ എഴുതണം. ഇപ്പൊ 25/7 തന്നെയാണ് എന്ത് 50/14. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ ഈ ക്വസ്റ്റ് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കരുത്? 50/14 എടുത്തിട്ട് ചെയ്യരുത്. ഏറ്റവും റെഡ്യൂസ്ഡ് ഫോം ഇത് ഇപ്പൊ 50/14 റെഡ്യൂസ്ഡ് ഫോം ആണ് എന്ത് 25/7 എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്പർ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഓൾറെഡി എല്ലാം റെഡ്യൂസ്ഡ് ഫോം ആണ്. അപ്പൊ നമ്മൾ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് ഇപ്പൊ 50/14 എന്നുള്ള ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് 25/7 എന്നുള്ള ഫോമിലേക്ക് ആക്കണം. അപ്പൊ നമ്മൾ നോക്കുക നമ്പേഴ്സ് ഏതൊക്കെയാണ്? 25/7, 15, 20. അപ്പൊ നമുക്ക് ഇതിന്റെ എൽ സി എം ആണ് കാണേണ്ടത്. എൽ സി എം ആണ് എന്താണ്? ന്യൂമറേറ്ററിന്റെ എൽ സി എം, ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ്. അപ്പൊ ന്യൂമറേറ്റർ എന്താ 25, 15, 20. ഇതിന്റെ എൽ സി എം ആണ് കാണേണ്ടത്. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കുക അങ്ങനെ കുറക്കുക. അതിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 5 ഉണ്ട്. അപ്പൊ 5 ഇവിടെ 5 25 5 പോയത് കിട്ടും 5 കിട്ടും. 15 5 പോയത് 3 കിട്ടും. പിന്നെ 4 കിട്ടും. അപ്പൊ എന്താണ് ഇനി 5 3 4 കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പൊ എൽ സി എം ആണ് എന്ത് ചെയ്താൽ മതി 5 × 5 എത്രയാ 25, 25 × 3 75, 75 × 4 300. അപ്പൊ ന്യൂമറേറ്ററിന്റെ എൽ സി എം എന്ത് കിട്ടി? ഇവിടെ 300 കിട്ടി. ഇനി എന്താ വേണ്ട നമുക്ക് വേണ്ടത്? ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ്. ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ് എത്രയാണ്? നമ്മൾ നോക്കാം. 7, 28, 21 ചെയ്യേണ്ട ആവശ്യമില്ല. 7, 28, 21 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ 3 കോമൺ ആയിട്ട് പോകുന്ന ഹൈസ്റ്റ് നമ്പർ ഏതാ 7 ആണ്. അപ്പോൾ ഇതിന്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 7 300/7 ആണ് നമ്മുടെ ആൻസർ വരിക, ഓപ്ഷൻ എ. അതുപോലെ തന്നെ നിങ്ങളൊരു കൺസെപ്റ്റും കൂടെ ഓർത്ത് വെക്കുക. നമ്മുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഇപ്പൊ കുറെ നമ്പേഴ്സ് വന്നിട്ട് അതിന്റെ എൽ സി എം എന്തായിരിക്കും? വലിയ നമ്പറിനെക്കാളും വലുതായിരിക്കും. ഒന്നെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ നമ്പറിനെക്കാളും വലുതായിരിക്കും. അതുപോലെ തന്നെ എസ് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ നമ്പറോ അല്ലെങ്കിൽ ചെറിയ നമ്പറിനെക്കാളും ചെറുതായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എച്ച് സി എഫ് ആണ് 7, 28, 21. അപ്പൊ നമുക്ക് എന്തായിരിക്കും? ഒന്നെങ്കിൽ 7 ആയിരിക്കും, അല്ലെങ്കിൽ 7ന്റെ ഫാക്ടർ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ 7 എന്ത് നോക്കുക? 28 പോകുന്നുണ്ട്, 21 പോകുന്നുണ്ട്. അപ്പൊ 7 ആണ് ഇവിടെ എച്ച് സി എഫ്. അല്ലെങ്കിൽ എന്തായിരിക്കും? 7ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ ഏതാണ്? 1 ആണ്. അപ്പൊ 1 ആയിരിക്കും എന്ത് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ LCM ഓഫ് 0.63, 10.5, 2.1, 4.3. അപ്പൊ ഈ 4 നമ്പറിന്റെ LCM കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നോക്കാം. എന്തായിരിക്കും? LCM എന്ന് പറഞ്ഞാൽ വലിയ നമ്പറിനെക്കാളും വലുതായിരിക്കും. ഒന്നെങ്കിൽ വലിയ നമ്പർ, അല്ലെങ്കിൽ അതിനേക്കാളും അതിന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കാം. അവിടെ എന്താണ്? വലിയ നമ്പർ എത്രയാണ്? 10.5 ആണ്. അപ്പൊ നമ്മുടെ ബി ഓപ്ഷൻ എന്തായാലും വരില്ല. അതുപോലെ തന്നെ സിയും വരില്ല. അപ്പൊ ബിയും സിയും എന്തായാലും നമുക്ക് പോയി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? 10.5 വലിയൊരു നമ്പർ ആയിരിക്കും ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി ആകെയുള്ളത് എയും ഡിയും ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എ ചെക്ക് ചെയ്യാം. എയിൽ ഈ 4 നമ്പേഴ്സും എയിൽ പോകുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും അതിന്റെ LCM. കാരണം പിന്നെ നമ്മൾ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡി അതിനേക്കാളും വലുതാണ്. നമുക്ക് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് വേണ്ടത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? 63 0.63 എന്തായാലും 63 പോകും. കാരണം 0.63 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 63 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 10.5 നോക്കാം. 10.5 നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും? 2.1 പറ്റും. കാരണം 10.5 എന്ന് പറഞ്ഞാൽ 10.5 ഫാക്ടർ ആണെന്ത് 2.1 എന്ന് പറഞ്ഞാൽ. അപ്പൊ 10.5 പറ്റുമോ നോക്കാം. 10.5 പറ്റും. കാരണം എന്താ? 10.5 × 6 ആണെന്ത് 63 എന്ന് പറയുന്നത്. അപ്പോൾ 0.63 പോകുന്നുണ്ട്, 10.5 പോകുന്നുണ്ട്, 2.1 പോകുന്നുണ്ട്. ഓക്കെ, കാരണം 10.5 × 6 63 എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടണം. കാരണം 10.5 × 6 എന്ന് പറഞ്ഞാൽ എന്താ? 10 × 6 പ്ലസ് 0.5 × 6 ഇത്രയാണ് 63. ഇനി അടുത്തത് ഈ 4.2 കൂടി ഈ 63 പോകുന്നുണ്ട് നോക്കിയാൽ നമുക്ക് എന്താണ്? LCM 63 എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പൊ 4.2 പോകുന്നുണ്ട് നോക്കാം. 4.2 പോകണ്ടാണ്. കാരണം 4.2 × 10 ആണെന്ത് 42. അതുപോലെ തന്നെ 4.2 × 5 ആണെന്ത് 21. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണെന്ത് 63 കിട്ടുന്നത്. അതായത് 4.2 × 15 ആണെന്ത് 63 എന്നാണ്. അതായത് എന്താണ്? ഈ 63ന്റെ ഒരു ഫാക്ടർ ആണെന്ത് 4.2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്താ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, കാരണം നമ്മൾ ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാളും ചെറിയൊരു മൾട്ടിപ്പിൾ നമുക്കിവിടെ എല്ലാത്തിലും പോകുന്നുണ്ടെന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡയറക്റ്റ് മെത്തേഡ് എന്താ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏറ്റവും ചെറിയ റിഡ്യൂസ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുക. ഇവിടെ എത്രയാണ്? 0.63 നമുക്ക് എങ്ങനെ എഴുതാം? 63/100 എന്ന് എഴുതാം. അതുപോലെ തന്നെ 10.5 എങ്ങനെ എഴുതാം? 10.5ന് 105/10 എന്ന് എഴുതാം. 105/10 എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ്ഡ് ഫ്രാക്ഷൻ എഴുതണം. അപ്പൊ ഇത് രണ്ടിലും 5 കോമൺ ആയിട്ട് കളഞ്ഞ് എന്ത് കിട്ടും? 21/2 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ നമ്പർ എന്താ?
2.1 എന്ന് പറഞ്ഞാൽ എന്താ 21/10 ആണ്. അതിന് റെഡ്യൂസ് ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 4.2 എന്ന് പറഞ്ഞാൽ എന്താ 42/10 ആണ്. റെഡ്യൂസ് ആക്കി എത്ര കിട്ടും? 21/5 കിട്ടും. അപ്പം 4 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 63/100, 21/2, 21/10, 21/5. അപ്പൊ ഇതാണ് 4 നമ്പേഴ്സ്. ഇതിന്റെ LCM ആണ് കാണേണ്ടത്. റെഡ്യൂസ്ഡ് ഫോമിലാക്കി നമ്മൾ എഴുതി. അപ്പൊ LCM കാണാൻ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ന്യൂമറേറ്ററിന്റെ എല്ലാം LCM കാണാം. ന്യൂമറേറ്ററിന്റെ LCM എത്രയാണ്? 63, 23, 21, 21. നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഏറ്റവും വലിയ നമ്പർ 63. ആ 63ന്റെ എന്താണ് 63 എല്ലാം പോകും 21, 21, 21, 3 21 ആണ്. അപ്പൊ 63 എന്താണെന്ന് ഈ 4 നമ്പറിന്റെ LCM. അപ്പം 63 കിട്ടി. ഇനി താഴെ എന്താ? ഈ 4 ഡിനോമിനേറ്ററിന്റെ HCF. അപ്പൊ ഞാൻ പറഞ്ഞു HCF എന്തായിരിക്കും? ചെറിയ നമ്പർ ആയിരിക്കും, അല്ല ചെറിയ നമ്പറോ അല്ലെങ്കിൽ അതിന്റെ ഫാക്ടറോ ആയിരിക്കും. ഇത് 100, 2, 10, 5 ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2 ആണ്. അപ്പൊ 2 ആണെന്ന് ചെക്ക് ചെയ്യാം. 2 100 പോകും, 2 10 പോകും, പക്ഷെ 2 5 പോകില്ല. അപ്പൊ എന്തായിരിക്കും? പിന്നെ 2ന്റെ അടുത്ത ഫാക്ടർ. 2ന്റെ അടുത്ത ഫാക്ടർ ഏതാണ്? പിന്നെ 2 ഒറ്റ ഫാക്ടറി ഉള്ളത് 1. അപ്പൊ 63/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 പിന്നെ എല്ലാ നമ്പറിലും പോകും. അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 63/1 എന്ന് പറഞ്ഞാൽ 63 കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ കിട്ടും ആൻസർ. അപ്പൊ ഇങ്ങനെ ഓരോ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കട്ടെ. LCM HCF ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും LCM HCF ചോദിക്കില്ല. ഇനി അടുത്ത ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. 2 ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് കൂടെ അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The ratio of 2 numbers is 4:3 and their HCF is 8. Find their LCM. ഇതാണ് 2 നമ്പേഴ്സിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. HCF 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് LCM എത്രയെന്ന ചോദ്യം. അപ്പൊ നമ്മളിവിടെ പുതിയ കൺസെപ്റ്റ് എടുക്കാൻ എന്താ? ഒരു നമ്പറിന്റെ HCF X ആണെന്ന് വിചാരിക്കും. അല്ല, ഒരു നമ്പറിന്റെ അല്ല, 2 നമ്പറിന്റെ HCF X ആണെങ്കിൽ ആ 2 നമ്പേഴ്സിന്റെ ഫോം എന്തായിരിക്കും? AX BX. ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. കാരണം X എന്താണ്? 2ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 2ലും എന്തുണ്ടാവും? X ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ അതിനെ ഒരു A കൊണ്ട് B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്ത്? ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ A B എന്താണ്? അതിന്റെ ഏറ്റവും ബാക്കിയുള്ള 2ൽ കോമൺ ആയിട്ടില്ലാതെ ബാക്കിയുള്ളതാണ് എന്ത്? A B എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ 2 കോമൺ ആയിട്ട് കട്ട് ചെയ്ത് എന്ത് കിട്ടും? ബാക്കി A:B എന്ന് കിട്ടും. അപ്പൊ A:B എങ്ങനെ കിട്ടുന്നത്? ആ 2 നമ്പേഴ്സിനും അതിന്റെ HCF കളയുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആ ഏറ്റവും റെഡ്യൂസ്ഡ് റേഷ്യോ ആയിട്ടുള്ള A:B കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ആലോചിക്കുക. ഇനി AX BX ഇങ്ങനെയാണ് 2 നമ്പർ എങ്കിൽ ഇതിന്റെ LCM എന്തായിരിക്കും? ABX ആയിരിക്കും. ഇതും കൂടെ ആലോചിക്കുക. കാരണം LCM എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഓരോ മൾട്ടിപ്പിൾ വെച്ച് എടുക്കണം. അപ്പൊ X ഒരു പ്രാവശ്യം ഒന്നും എടുത്തു, പിന്നെ അടുത്ത X എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏതാണ്? Bയും Aയും മാത്രമാണ്. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ ABX ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇവിടെ എന്താണ്? 4:3 ആണെന്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ HCF എത്ര തന്നിട്ടുണ്ട്? 8 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ 2 നമ്പേഴ്സ് എന്തായിരിക്കും? 4 × 8 എത്രയാണ്? 32. അതുപോലെ തന്നെ 3 × 8 എത്രയാണ്? 24. ഇതാണെന്ത്? ഈ 2 നമ്പേഴ്സ് എന്നാണ്. പക്ഷെ നമുക്കിവിടെ എന്തിന്റെ ആവശ്യമില്ല? നമ്പേഴ്സ് കാണേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ്? നമ്മൾ ഈ AX BX ഫോമിൽ എഴുതി എന്താണ് ശരിക്കും? 4 × 8, 3 × 8. ഇനി നമുക്കിവിടെ LCM കാണാൻ എന്ത് ചെയ്താൽ മതി? ABX ചെയ്താൽ മതി. ഇവിടെ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. X എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ HCF എത്രയാണ്? 8. അപ്പൊ 4 × 3 × 8 എത്രയാണ്? 12 × 8 എന്ന് പറഞ്ഞാൽ 96. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. 2 നമ്പേഴ്സ് തന്നാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? AX = BX എന്ന് എഴുതാം. അതിൽ X ആണെന്ത്? അതിന്റെ HCF എന്ന് പറഞ്ഞാൽ LCM എന്തായിരിക്കും? ABX ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മളെ HCF അല്ല LCM എത്ര കിട്ടും? 96 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഈ 2 നമ്പേഴ്സിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ LCMന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. LCMന്റെ ഫാക്ടർ ആയിരിക്കും എന്ത്? HCF എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ HCF എത്രയാണ്? 8 ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? LCMന്റെ ഫാക്ടർ ആണ് 8 എന്നെങ്കിൽ എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? LCM. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ ഇവിടെ നോക്കിയാൽ ഈ A 8ന്റെ മൾട്ടിപ്പിൾ ആണ്, B 8ന്റെ മൾട്ടിപ്പിൾ ആണ്, C 8ന്റെ മൾട്ടിപ്പിൾ ആണ്, D 8ന്റെ മൾട്ടിപ്പിൾ അല്ല. ശരിക്കും ഇവിടെ നമുക്ക് ആ കൺസെപ്റ്റ് കൊണ്ട് ഉത്തരം കിട്ടുമെന്നില്ല. പക്ഷെ ഞാൻ ആ കൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ഉറപ്പിക്കാം? D എന്തായാലും ഇവിടെ ആൻസർ അല്ലാന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? 2 നമ്പേഴ്സ്, ഒന്ന് 4x ഒന്ന് 3x ഫോമിലാണ്. അപ്പൊ എന്താണ്? 3x 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ LCM ലോസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഒരു നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അതിന്റെ LCM എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ എന്താ? ഈ C 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അതും നമുക്ക് ഒഴിവാക്കാം. ഇനി Aയിലും Bയിലും ഏതെങ്കിലും 3ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതെ തന്നെ ആ 3ന്റെ മൾട്ടിപ്പിൾ മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാം. പക്ഷെ ഇവിടെ എന്താണ്? Aയും 3ന്റെ മൾട്ടിപ്പിൾ ആണ്, Bയും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു LCM HCFിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ അപ്പുറത്തേക്കൊന്ന്
LCM HCF എന്ന കൺസെപ്റ്റ് നമ്മുടെ SSC RRB ലെവലിൽ പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ദ LCM ഓഫ് ടു നമ്പേഴ്സ് ഈസ് 66. ദ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3. ദ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം, AX BX എഴുതാം. അതിൽ HCF എന്ന് പറഞ്ഞാൽ എന്താ, HCF എന്ന് പറഞ്ഞാൽ രണ്ടിൽ കോമൺ ആയിട്ടുള്ള X ആയിരിക്കും. LCM എന്ന് പറഞ്ഞാൽ എന്താ, A into D into X ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ 2 ഉം 3 ആണ്. അപ്പോൾ നമ്പേഴ്സ് എന്ത് ഫോമിലാണ്, 2x 3x ഫോമിലാണ് ആ നമ്പേഴ്സ് ഉണ്ടാവുക. ഇതിൽ HCF ആണെന്ത് X, LCM ആണ് എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു ABX. ഇവിടെ എന്താണ് LCM എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 2 into 3 into X, 2 into 3 into X എന്ന് പറഞ്ഞാൽ 6x. ആ LCM എടുത്തുന്നുണ്ട് എത്രയാണ്, 66. എത്ര കിട്ടും, 6x 66 എന്ന് പറഞ്ഞാൽ X എത്ര കിട്ടും, 11 കിട്ടും. അപ്പോൾ X 11 ആണ് കിട്ടി. അതിന്റെ അർത്ഥം എന്താ, ഈ നമ്പേഴ്സ് എന്തൊക്കെയാണ്, 2 into 11 3 into 11. ഓക്കെ, അപ്പോൾ ഇതിന്റെ സം ആണ് എന്ത് ചെയ്താൽ മതി, 2x plus 3x. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുള്ളത്, സം ഓഫ് ദ നമ്പേഴ്സ് വെച്ചിട്ടില്ല. അപ്പോൾ 2x ന്റെ 3x ന്റെ സം ആണ് കണ്ടത്. 2x plus 3x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5x. x എന്ന് പറഞ്ഞാൽ 11 കിട്ടി. അപ്പോൾ 5x എന്ന് പറഞ്ഞാൽ എത്ര, 5 into 11 55. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് മാക്സിമം SSC RRB ലെവലിൽ LCM HCF ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ RRBക്ക് എന്താണ് ഈ ഒരു ലെവല് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.